എന്തുകൊണ്ട് വാഗ്ദത്വങ്ങൾ എനിക്ക് അവകാശമാക്കുവാൻ കഴിയുന്നില്ല? വാഗ്ദത്വങ്ങൾ എനിക്ക് നേടിയെടുക്കുവാനായിട്ട് കഴിയുന്നില്ല എന്ന് നീ വിചാരിച്ചു കൊണ്ടിരിക്കപ്പെടുമ്പോൾ തന്നെ ദൈവത്തിന് അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയും. ദർശനം കണ്ടിട്ട്, ദർശനം കേട്ടിട്ട്, പ്രവചനം കേട്ടിട്ട്, പ്രവചനം കണ്ടിട്ട് ഇതുവരെയും ആ നന്മ പ്രാപിക്കുവാൻ കഴിയാതെ, ഇതുവരെയും അനുഗ്രഹം അവകാശമാക്കുവാൻ കഴിയാതെ ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുകയാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടക്കാം. വിശുദ്ധ എബ്രായ ലേഖനം 11-ാം അധ്യായം 22-ാമത്തെ വാക്യം. വിശ്വാസത്താൽ യോസേഫ് താൻ മരിപ്പാറായപ്പോൾ ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിന്റെ കാര്യം ഓർപ്പിച്ചു, തന്റെ അസ്ഥികളെക്കുറിച്ച് കൽപ്പന കൊടുത്തു. വിശ്വാസത്താൽ ജോസേഫ് താൻ മരിപ്പാറായപ്പോൾ ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിൻ്റെ കാര്യം ഓർമ്മിപ്പിച്ച് തൻ്റെ ആസ്തികളെ കുറിച്ച് കൽപ്പന കൊടുത്തു. വിശ്വാസത്താൽ സ്വന്തം അസ്ഥിയെക്കുറിച്ച് മരിപ്പാറായപ്പോൾ ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിൻ്റെ കാര്യം ഓർമ്മിച്ച് തൻ്റെ ആസ്തികളെ കുറിച്ച് കൽപ്പന കൊടുത്തു. പഴയ നിയമത്തിൽ നമ്മൾ ജോസേഫിനെ കുറിച്ച് നോക്കുന്ന സമയത്തിൽ ഉൽപ്പത്തി പുസ്തകം 37-ാമത്തെ അധ്യായം മുതൽ 50-ാമത്തെ അധ്യായം വരെയും ജോസേഫിനെ കുറിച്ചാണ് ബൈബിൾ എഴുതിയിട്ടുള്ളത്. ഏകദേശം 14 അധ്യായം നമുക്ക് ജോസേഫിനെ കുറിച്ച് മനസ്സിലാക്കുവാനായി കഴിയപ്പെടും. പക്ഷേ എബ്രായ ലേഖനത്തിനകത്ത് അഥവാ പുതിയ നിയമത്തിൽ ജോസേഫിനെ കുറിച്ച് ഒരൊറ്റ വാക്ക് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ആ വാക്കാണ് ഹീബ്രു ലേഖനത്തിനകത്ത് ഞാനിവിടെ വായിച്ചത്. വിശ്വാസത്താൽ ജോസേഫ് താൻ മരിപ്പാറായപ്പോൾ ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിൻ്റെ കാര്യം ഓർമ്മിപ്പിച്ച് തൻ്റെ ആസ്തികളെ കുറിച്ച് കൽപ്പന കൊടുത്തു. വിശ്വാസത്താൽ മിസ്രൈമിൽ നിന്ന് ഇസ്രായേലിലേക്ക് ഒരസ്ഥി സഞ്ചരിച്ചു. അസ്ഥിയെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അത് വേറൊരു മൈൻഡിലാണ് അതിനെക്കുറിച്ച് വരുന്നത്. ഇന്നും നമുക്കറിയാം, ഒരിടത്തൊരു കല്ലറ സ്ഥാപിച്ചിട്ടുണ്ട് എങ്കിൽ ആ കല്ലറയ്ക്ക് ഒരു സ്ഥാന ചലനം സംഭവിക്കണമെങ്കിൽ നേരെ പഞ്ചായത്തിൽ അപേക്ഷ കൊടുക്കണം, അത് കളക്ടറേറ്റിലേക്ക് ഫോർവേഡ് ചെയ്യും, കളക്ടർ സൈൻ ചെയ്യണം ഈ കല്ലറ എടുത്ത് വേറെടുത്ത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്. ആ ഓർഡർ ഗവൺമെൻറ്റിൽ നിന്ന് ലഭിച്ചു കഴിഞ്ഞാൽ നേരെ അവർ അടക്ക ശുശ്രൂഷ നടത്തുന്ന ദൈവദാസന്മാരെ വിളിക്കും. ദൈവദാസന്മാർ അവിടേക്ക് കടന്നു ചെല്ലും, ആ കല്ലറയിൽ പ്രാർത്ഥിച്ച് അതിനകത്തുള്ള അസ്ഥികളെ എടുത്തിട്ട് ഉചിതമാവണ്ണമുള്ള സ്ഥലത്തിലേക്ക് വീണ്ടും ചെന്നിട്ട് ഒരു ഹോം ഗോയിങ് ശുശ്രൂഷ അവിടെ ചെയ്യും. ഒരടക്ക ശുശ്രൂഷ രണ്ടാമത് വീണ്ടും ചെയ്യും. എന്നിട്ട് അവിടെ ഈ അസ്ഥികളെ വെച്ച് അവിടെ കല്ലറ ചെയ്ത് അത് സ്ഥാപിക്കുന്ന ഒരു ശൈലി റയറായിട്ടുണ്ട്. ചിലർ ആരും കാണാതെ കല്ലറയൊക്കെ ഇടിച്ച് പൊളിച്ചങ്ങ് കളഞ്ഞിട്ട് അവിടെ മണ്ണുമിട്ട് അതിൻ്റെ പുറത്ത് വീടും വെച്ച് താമസിക്കും എന്നുള്ളതും ഉണ്ട്. ഞാൻ അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല. സ്തോത്രം. ഇവിടെ ഒരിടത്ത് സംസ്കരിച്ച അസ്ഥിയെ മറ്റൊരു സ്ഥലത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഭാഗം ഒറ്റ വാക്കിൽ പറയുന്നു, വിശ്വാസത്താൽ. ആ ഒറ്റ വാക്ക് ചെറുതല്ല. പഴയ നിയമത്തിൽ വലിയ വലിയ ചരിത്രങ്ങൾ പുതിയ നിയമത്തിനകത്ത് വിശ്വാസത്താൽ ഒറ്റ വാക്ക് കൊണ്ട് എഴുതിയിട്ടുണ്ട്. എബ്രായ ലേഖനം 13:4 വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കയീന്റെ ഉത്തമമായ യാഗം കഴിച്ചു. ഒരു വലിയ ചരിത്രമാണ് ഒറ്റ വാക്കിൽ എഴുതി. എബ്രായ ലേഖനം 11:5 വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. വലിയ ചരിത്രമാണ്. എബ്രായ ലേഖനം 11:7 വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവരെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം തീർത്തു. നോഹയെ കുറിച്ച് വലിയ സംഭവം. എബ്രായ ലേഖനം 11:8 വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് മുൻപ് അവകാശമായി കിട്ടുവാൻ ദേശത്തിലേക്ക് യാവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്കെന്നില്ലാതെ പുറപ്പെട്ടു. എബ്രായ ലേഖനം 11:11 വിശ്വാസത്താൽ സാറയും വാഗ്ദത്വം ചെയ്തവനെ വിശ്വസ്തൻ എന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ട് പുത്രോത്പാദനത്തിൽ ശക്തിപ്പെടാൻ. അപ്പോൾ ഇതെല്ലാം വലിയ വലിയ സംഭവങ്ങൾ ഇനിയും ഇതിനകത്തുണ്ട്. അപ്പോൾ ഒരുപാട് വലിയ വലിയ കാര്യങ്ങളെ പുതിയ നിയമത്തിൽ ഒറ്റ വാക്ക് ഇവരെല്ലാം വിശ്വാസത്താൽ പ്രാപിച്ചു. നിങ്ങളും വിശ്വാസത്താൽ രോഗശാന്തി പ്രാപിക്കണം. നിങ്ങളും വിശ്വാസത്താൽ അത്ഭുതങ്ങൾ പ്രാപിക്കണം. നിങ്ങളും വിശ്വാസത്താൽ വീര്യപ്രവൃത്തികളെ പ്രാപിക്കണം. നിങ്ങളും വിശ്വാസത്താൽ ജയവും വിടുതലും ഉയർച്ചയും നന്മയും നിങ്ങൾ അനുഭവിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ ജോസേഫിനൊരാഗ്രഹം.
ജോസേഫിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിലൂടെ സംഭവിക്കും കടന്നു വരുമ്പോൾ നമുക്കതിനെക്കുറിച്ച് കുറച്ചൊന്ന് മനസ്സിലാക്കാൻ കഴിയും. തനിക്ക് ദൈവത്തിൻ്റെതുള്ളൊരു വാഗ്ദത്വം ഉണ്ടായിരുന്നു, നിങ്ങളെ ഞാൻ സ്തോത്രം സ്വദേശത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകും. പക്ഷേ ഒരു കാലഘട്ടം മുഴുവനും ദൈവം യോസേഫിനെ മിസ്രൈമിലാണ് അവിടെ ആക്കി വച്ചിരുന്നത്. അത് ദൈവത്തിന് അറിയാമായിരുന്നോ? സ്തോത്രം. ബൈബിൾ നോക്കുന്ന സമയത്തിനകത്ത് പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 19-ാം അധ്യായത്തിൽ മോശ ജോസേഫിൻ്റെ അസ്ഥികളും എടുത്തുകൊണ്ട് പോന്നു. ദൈവം നിങ്ങളെ സന്ദർശിക്കും നിശ്ചയം, അപ്പോൾ എൻ്റെ അസ്ഥികളും നിങ്ങൾ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകണമെന്ന് പറഞ്ഞ് അവൻ ഇസ്രായേൽ മക്കളെ കൊണ്ട് ഈ ഉറപ്പായി സത്യം ചെയ്യിച്ചു. എന്ന് പറഞ്ഞാൽ മിസ്രൈമിൽ നിന്ന് ദൈവം തൻ്റെ ഇസ്രായേൽ മക്കളെ വീണ്ടെടുത്ത് കൊണ്ടുപോകുമ്പോൾ ചിലർ ചെന്ന് സ്വർണ്ണാഭരണങ്ങളെ വാരി പിടിച്ച് പോക്കറ്റിലിട്ടു. മിസ്രൈമിൻ്റെ ഉൾപ്പെടെ അവരെല്ലാം കൈ കിട്ടിയ വില പിടിപ്പ് എല്ലാം എടുത്തു. അവരെന്ന് ഇവരെന്നൊക്കെ മേടിച്ചും മാത്രം ഇരുന്നതും എല്ലാം കൂടെ അടിച്ചു. യുദ്ധം നടക്കുകയാണ്, അടിപിടി നടക്കുകയാണ്. നടക്കുന്ന സമയത്തിൽ എല്ലാം കൂടെ എടുത്തു. ചിലർ വില കൂടിയ സ്വർണം പാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചിലർ വിടൂല. ചെമ്പ്, എന്താ പറയുക, സ്റ്റീല്, പിന്നെ അങ്ങനെയുള്ള പാത്രങ്ങൾ കുറേ പേരെടുത്തു. കുറേ പേർ വസ്ത്രം എന്ന് പറഞ്ഞാൽ വിടത്തില്ല. വില കൂടിയ ഡ്രസ്സ് പലതും ഒക്കെ എടുത്തു. ഇവിടെ മിസ്രൈമിൻ്റെ അടിമത്തത്തിന് ഇസ്രായേലിന്റെ ദൈവം മോശയിലൂടെ വേർതിരിച്ച് കൊണ്ടുപോവുകയാണ്. ഇവർ ഓടി രക്ഷപ്പെടുകയാണ്. പോകുന്ന പോക്കിൽ കൈ കിട്ടിയതെല്ലാം എടുക്കുകയാണ്. പലരും എടുത്തു. ചിലർ ടി വി എടുത്തു, വിരാപ്പെടുക്കാരെടുത്തു, ചിലർ മൊബൈൽ ഫോൺ എടുത്തു, അതെടുത്തു, ഇതെടുത്ത്, കൈ കിട്ടിയത് എല്ലാം എടുത്തു. അന്ന് മൊബൈലും വീടൊന്നുമില്ല, പക്ഷേ സ്വർണം എടുത്തു എന്ന് ബൈബിൾ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. സ്വർണവും വെള്ളിയും വില കൂടിയ വസ്ത്രങ്ങളും അതോടനുബന്ധിച്ച് വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം എടുത്തു. അവരെടുത്തിട്ട് ജീവരക്ഷയ്ക്കല്ല, ദൈവം അവരെ വിടുവിച്ചപ്പോൾ അവർ ഓടി രക്ഷപ്പെടുകയാണ്. അവിടെയാണ് ഫറവോന്റെ സൈന്യം പുറകെ ഉണ്ട്, ഇവർ ഓടുന്നു. പക്ഷേ ആ ഓടുന്ന മധ്യത്തിൽ മോശ എന്ന് പറഞ്ഞ വിക്കനായ ദൈവദാസൻ, മോശ എന്ന് പറഞ്ഞ ക്ഷീണിതനായിരിക്കുന്ന, വാർദ്ധക്യത്തിലായിരിക്കുന്ന ആ ഗ്രൂപ്പിന്റെ ലീഡർഷിപ്പിൽ നിൽക്കുന്ന, പ്രായാധിക്യം കൊണ്ട് ക്ഷീണിതനായിരിക്കുന്ന പാവപ്പെട്ട കർത്താവിന്റെ ദാസൻ ഒരു സ്വർണ്ണാഭരണം എടുത്തില്ല, ഒരു വെള്ളിയാഭരണം എടുത്തില്ല, ഒരു വിലപിടിപ്പുള്ള വസ്തുവും എടുത്തില്ല. അദ്ദേഹം ജോസേഫിൻ്റെ അസ്ഥികളെ മുഴുവനും ഒരു ബോക്സിനകത്താക്കിയിട്ട് എടുക്കാൻ വയ്യാത്ത വിധത്തിൽ അത് തോളത്ത് വച്ചിട്ട് അതും കൊണ്ട് നേരെ പോകുകയാണ്. മിസ്രൈമിൽ നിന്ന് കനാൻ ദേശത്തിലേക്ക് അവർ കടന്നു പോകുന്നു. ആ സമയത്തിലേക്കായിരിക്കുന്ന ചെങ്കടൽ അവർക്ക് തടസ്സമായിട്ട് നിന്നപ്പോൾ ഈ ബോക്സും കൊണ്ട് അവൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇത്രത്തോളം ഈ അസ്ഥികൾക്ക് പ്രാതിനിധ്യം കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് വിളിച്ചു പറയുവാനുണ്ട്. ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്വമുണ്ട്, ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്വമുണ്ട്. ഫറവോന്യ സാമ്രാജ്യത്തിലല്ല നീ വിശ്രമിക്കേണ്ടത്. നീ വിശ്രമിക്കേണ്ടുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിലേക്ക് നിന്നെ കൊണ്ടുപോകും. മാത്രമല്ല ദൈവത്തിൻ്റെതായുള്ള വാഗ്ദത്വത്തിനകത്ത് ജോസേഫിന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്റെ ദൈവം എന്നെ ഇവിടുന്ന് പുറപ്പെടുവിച്ച് എന്റെ തലമുറകളുടെ അടുക്കൽ കൊണ്ടുപോകണം. ഇത് അദ്ദേഹത്തിന്റെ ഒരാഗ്രഹം തന്നെ ആയിരുന്നു എന്നുള്ളത് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ, അപ്പോൾ അവൻ അബ്രഹാമിനോട്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്നു, ആ ദേശക്കാരെ സേവിക്കും, അവരവരെ പീഡിപ്പിക്കുമെന്നും നീ അറിഞ്ഞുകൊള്ളുക എന്ന് നേരത്തെ തന്നെ ഒരു വാഗ്ദത്വം ഉണ്ടായിരുന്നു. യോശുവായുടെ പുസ്തകം 24-ാം അധ്യായം 32-ാമത്തെ വാക്യത്തിൽ, ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് കൊണ്ടുപോകുന്ന ജോസേഫിന്റെ അസ്ഥികളെ അവർ യാക്കോബ് ഷേക്കേമിന്റെ അപ്പനായ ഹാമോരിന്റെ മക്കളോട് 100 വെള്ളിക്കാശിന് വാങ്ങിയിരുന്ന നിലത്ത് അടക്കം ചെയ്തു. അത് യോസേഫിന്റെ മക്കൾക്ക് അവകാശമായിരുന്നു. അപ്പന്റെ അസ്ഥികള് മക്കൾക്ക് അവകാശമായിരുന്നു. അതുകൊണ്ട് തന്നെ മോശയുടെ കാലം കഴിഞ്ഞപ്പോ യോശുവ അതിനെ ഏറ്റെടുത്തു. ഞാൻ അതിനകത്തുള്ള സന്ദേശങ്ങളിലേക്ക് കൂടുതൽ എടുക്കുന്നില്ല. എങ്കിലും ഒരു ശവസംസ്കാര ശുശ്രൂഷ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു വ്യക്തിയുടെ കല്ലറ വളരെ പ്രധാനപ്പെട്ട ഭാഗമായിരിക്കുന്നു. ദൈവം ജീവനോടെ ഇരിക്കുന്ന സമയത്തിൽ ചിലർക്ക് കൊടുത്തിരിക്കുന്ന ചില വാഗ്ദത്വങ്ങൾ അവിടെ നിലനിർത്താൻ വേണ്ടിയിട്ട് വിശ്വാസത്തോടുകൂടി ചെയ്തുവെങ്കിൽ ആ ജോസേഫിൻ്റെ ചെറുപ്രായം നമ്മൾ നോക്കണം. അവൻ എത്രത്തോളം ദൈവത്തിൻ്റെ നാട്ടിൽ തന്നെ തനിക്ക് വിശ്രമിക്കണമെന്നും, നമ്മുടെയൊക്കെ ഭാഷ പറഞ്ഞാൽ നമുക്ക് പള്ളിയിൽ തന്നെ സെമിത്തേരി വേണം, നമ്മൾ പള്ളിയിൽ അടക്കണം, അങ്ങനെ വാശി പിടിക്കുന്ന ആൾക്കാരും അങ്ങനെ ആഗ്രഹിക്കുന്നവരുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാനുൾപ്പെടെയുള്ള ആൾക്കാർ പള്ളി കോമ്പൗണ്ടിലും കിടക്കണമെന്നാണ് എനിക്ക് ആഗ്രഹം. ഇപ്പോഴല്ല, മരിക്കുന്ന സമയത്തിൽ. കാരണം അത് പലരും ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്.
ദൈവസന്നിധിയിൽ. അതുപോലെ യോസേഫിനും ഒരു ആഗ്രഹമായിരുന്നു, ഞാൻ അന്യ ദൈവത്തെ ആരാധിക്കുന്നവരുടെ ഇടയിൽ കിടക്കാനല്ല എനിക്ക് ആഗ്രഹം, എനിക്ക് ദൈവത്തെ, സത്യദൈവത്തെ ആരാധിക്കുന്ന, എനിക്ക് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ തന്നെ മക്കളുടെ അവരെ ദൈവം എവിടെയാണോ മടക്കിക്കൊണ്ടുവരുന്നത് അവിടെ തന്നെ എനിക്ക്, ആ കനാൻ ദേശത്തിൽ തന്നെ എനിക്ക് വിശ്രമിക്കണമെന്ന് ജീവനോടെ ഇരുന്നപ്പോഴുള്ള ഒരാഗ്രഹം, ആ ഉള്ളിനകത്ത് ആ ദൈവവിശ്വാസം വർദ്ധിക്കാനൊരു കാരണമുണ്ട്. ചെറുപ്രായത്തിലെ ദൈവം തിരഞ്ഞെടുത്ത ഒരു ഭക്തനാണ് ജോസേഫ്. അബ്രഹാം നല്ല ആരാധിക്കുന്നവനായിരുന്നു. ചെറുപിള്ളാർക്കും ഈ ചൊവ്വയുണ്ടായിരുന്നു, ഈ ആരാധിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടായിരുന്നു. നിങ്ങൾ ആരാധിക്കുമ്പോൾ നിങ്ങളുടെ മക്കളിലും അത് കടന്നു വരുമെന്നുള്ളത് ഹബക്കൂക്കിൻ്റെ. പക്ഷേ ആ ഒരു അനുഭവത്തിലേക്ക് വരാൻ കുറച്ച് നാളുകളെടുത്തു, കുറച്ച് സമയമെടുത്തു. ഹബക്കൂക്കിൻ്റെ പുസ്തകം 2-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, സമയം തെറ്റുകയുമില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കാം, അത് വരും, നിശ്ചയം താമസിക്കുകയില്ല. ഒരു വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. നിങ്ങളെല്ലാവരും പല ദർശനങ്ങളും കണ്ടു, ഇതുവരെയ്ക്കൊന്നും നടന്നിട്ടില്ല. നിങ്ങൾക്ക് ദൈവം ചില പ്രവചന ശബ്ദങ്ങൾ കേട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ഇതുവരെയ്ക്കും നടന്നിട്ടില്ല. നിങ്ങൾക്ക് ചില ദൂതുകൾ ദൈവം തന്നിട്ടുണ്ട് പ്രവാചകന്മാരിലൂടെ, പക്ഷേ ഇതുവരെയ്ക്കും നിങ്ങൾക്ക് കേട്ടിട്ടില്ല. മിഷൻ ജേണിക്ക് വന്നപ്പോൾ ചില അനുഗ്രഹ വാഗ്ദത്തം ചിലർക്ക് കിട്ടി, ചിലർക്ക് ഇതുവരെയ്ക്കും കിട്ടിയില്ല. ചിലർ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുത്തപ്പോൾ ചിലർക്ക് ദൂതുകൾ കിട്ടി, പക്ഷേ ചിലർക്ക് കിട്ടി, ചിലർക്ക് കിട്ടിയില്ല. ബൈബിൾ പഠിപ്പിക്കുന്നത് ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു, അത് ഡെയിലി സമാപ്തിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, അത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. എന്നായാലും അത് നടക്കും. മനസ്സിലായവർ കൈയടിച്ച് പറ, എന്നായാലും ദൈവത്തിന്റെ വാഗ്ദത്വങ്ങൾ എനിക്ക് അനുഭവിക്കുവാനായി കഴിയും. എന്നായിരുന്നാലും ദൈവം എനിക്ക് തന്ന വാഗ്ദത്വങ്ങൾ ദൈവം എനിക്ക് അവകാശമാക്കാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ ഉത്തമ ഉദാഹരണം ജോസേഫാണ്. ജോസേഫിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 37:6 മുതൽ നമ്മൾ നോക്കുന്ന സമയത്തിൽ 37:6 മുതൽ അവൻ അവരോട് പറഞ്ഞത്, ഞാൻ കണ്ട സ്വപ്നം കേട്ടുകൊള്ളുവിൻ. നാം വയലിൽ കറ്റ കെട്ടിക്കൊണ്ടിരുന്നു, അപ്പോൾ എൻ്റെ കറ്റ എഴുന്നേറ്റ് നിവർന്നു നിന്നു, നിങ്ങളുടെ കറ്റകൾ ചുറ്റും നിന്നു, എൻ്റെ കറ്റയെ നമസ്കരിച്ചു. അവൻ്റെ സഹോദരന്മാർ അവനോട്, നീ ഞങ്ങളുടെ രാജാവാകുമോ, നീ ഞങ്ങളെ വാഴുമോ എന്ന് ചോദിച്ചു. അവൻ്റെ സ്വപ്നങ്ങൾ നിമിത്തവും അവൻ്റെ വാക്ക് നിമിത്തവും അവനെ പിന്നെയും അധികം ദേഷിച്ചു. അവൻ മറ്റൊരു സ്വപ്നം കണ്ടു, തൻ്റെ സഹോദരന്മാരോട് അറിയിച്ചു. അവൻ പിന്നെയും ഒരു സ്വപ്നം കണ്ടു, സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അത് അപ്പനോടും സഹോദരന്മാരും അറിയിച്ചപ്പോൾ അപ്പൻ അവനെ ശാസിച്ചു. അവനോട്, ഈ കണ്ട സ്വപ്നം എന്ത്? ഞാനും നിന്റെ അമ്മയും നിന്റെ സഹോദരങ്ങളും സാഷ്ടാംഗം വീണ് നിന്നെ നമസ്കരിക്കുമോ എന്നോ? അവൻ്റെ സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി. അപ്പനോ ഈ വാക്ക് മനസ്സിൽ സംഹരിച്ചു. മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു ഭാഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാലിട്ട്, ഇവിടെ ജോസേഫ് 17-ാമത്തെ വയസ്സിൽ ഒരു സ്വപ്നം കാണുകയാണ്. ഉൽപ്പത്തി 37:2 യാക്കോബിൻ്റെ വംശപാരമ്പര്യം എന്നാൽ ജോസേഫിന് 17 വയസ്സായപ്പോൾ അവൻ്റെ സഹോദരന്മാർ 17-ാമത്തെ വയസ്സിൽ ജോസേഫ് ഒരു ദർശനം കാണുകയാണ്, ഒരു സ്വപ്നം കാണുകയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയ. ആരും ക്ഷീണിച്ചു പോകരുത്. കുറച്ച് ചരിത്രവും കുറച്ച് കൂടുതൽ വാക്യമൊക്കെ വായിക്കപ്പെടുമെന്നുള്ളൂ. പക്ഷേ എങ്കിലും കുറച്ച് ആധികാരികമായി ചരിത്രമൊക്കെ നമ്മൾ പഠിക്കണ്ടേ, ഇല്ലെങ്കിൽ ഒന്നും അറിഞ്ഞുകൂടാത്തവരായിപ്പോയി ഭാവിയിൽ. അപ്പോൾ 17-ാമത്തെ വയസ്സിൽ ഇവനൊരു ദർശനം കാണുകയാണ്. അതെന്താണ് ദർശനം എന്ന് പറഞ്ഞാൽ, സൂര്യനും ചന്ദ്രനും ഒക്കെ എന്നെ നമസ്കരിക്കുന്നു, മാത്രമല്ല ചില കറ്റകൾ തന്നെ നമസ്കരിക്കുന്നതായിട്ടുള്ളത്. അഥവാ ഈ നെല്ല് നമ്മൾ കൃഷിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഭാഗങ്ങളെക്കുറിച്ചാണ് അവിടെ എഴുതിയിരിക്കപ്പെടുന്നത്. മറ്റൊരു സ്വപ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാലിട്ട് അവർ എഴുതിയിരിക്കുന്നത് പറഞ്ഞത്, കണ്ട സ്വപ്നം കേട്ടുകൾ നാം വയലിൽ കറ്റ കെട്ടിക്കൊണ്ടിരുന്നു, അപ്പോൾ എൻ്റെ കറ്റ എഴുന്നേറ്റ് വന്നിരിക്കുന്നത്, നിങ്ങളുടെ കറ്റകൾ ചുറ്റും നിന്ന് എൻ്റെ കറ്റയെ നമസ്കാരം. അപ്പോൾ എൻ്റെ കറ്റ എഴുന്നേറ്റ് നിൽക്കുന്നു, പക്ഷെ നിങ്ങളെല്ലാവരും എന്നെ നമസ്കരിക്കും. അർത്ഥം ഇതാണ്, എൻ്റെ സഹോദരന്മാരെല്ലാവരും എന്നെ നമസ്കരിക്കും. അർത്ഥം ഇതാണ്, എൻ്റെ അപ്പനും അമ്മയും എന്നെ നമസ്കരിക്കും. ഒരു മോൻ 17-ാമത്തെ വയസ്സിൽ സ്വപ്നം കണ്ടിട്ട്, ദർശനം കണ്ടിട്ട് പറയണം, പപ്പാ ഞാനൊരു സ്വപ്നം കണ്ടോ, സൂര്യനും ചന്ദ്രനും ഒക്കെയും എന്നെ നമസ്കരിക്കുന്നതായിട്ട്. അപ്പൊ അപ്പൻ ചോദിച്ചടാ, ഞാനും അമ്മയും നിന്നെ നമസ്കരിക്കുമെന്നോ? പക്ഷേ അപ്പം മനസ്സിൽ സംഹരിച്ചു, എന്തോ ഒരു ദൈവിക പദ്ധതി അവനിലുണ്ട്. ഇവനെന്തോ ഒരു ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടവനാ, ഇവനിൽ ദൈവത്തിൻ്റെ പ്രത്യേകതകളുണ്ട്. അതുകൊണ്ട് ദൈവത്തോട് യാക്കോബ് ആരോടും പറഞ്ഞില്ല, അതിനെക്കുറിച്ച് ആരോടും പറഞ്ഞില്ല. എന്നാൽ നിഷ്കളങ്ക മനോഭാവനായിരിക്കപ്പെടുന്ന ഈ ജോസേഫ് ഒന്നും ഒളിച്ചു വയ്ക്കാതെ ഓടിച്ചെന്ന് സഹോദരന്മാരോട് പറഞ്ഞു, എൻ്റെ കറ്റ എഴുന്നേറ്റ് നിങ്ങളുടെ കറ്റ എന്നെ നമസ്കരിക്കുന്നു. അപ്പോഴേ അമ്മ മുറുറുക്കാൻ തുടങ്ങി. ആ സൂര്യടാ,
ഈ ഇളയവൻ യവനെ നമ്മൾ നമസ്കരിക്കുന്നോ, യവൻ വലിയ പുള്ളിയാകുമോ എന്ന് പറഞ്ഞവനോട് അസൂയ തോന്നി. അങ്ങനെ 17-ാമത്തെ വയസ്സിൽ ഒരു ദിവസം അവൻ ആടുകളെ മേയ്ക്കുന്ന തൻ്റെ ജ്യേഷ്ഠന്മാരുടെ അടുക്കലേക്ക് അവൻ പോയ സമയത്തിൽ തന്നെ അവിടെ ഒന്ന് സംഭവിച്ചു. ആ സഹോദരന്മാർ അവനെ പൊട്ടക്കിണറ്റിലേക്ക് കൊണ്ടിട്ടു. അവൻ അന്യജാതിക്കാരന് വിറ്റു, സാമ്പ്രാണി കച്ചവടക്കാർക്ക് അവൻ വിറ്റു. അവന് പോത്തിഫറിൻ്റെ വീട്ടിലേക്ക് അടിമയായിട്ട് കടത്തപ്പെട്ടു. ഇതെല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. ജോസേഫ് ദൈവത്തിൽ നിന്ന് കിട്ടിയ ദർശനം എന്താണെന്നറിയാവോ? ഞാൻ സൂര്യനെ പോലെ ശോഭിക്കും. ഇപ്പോൾ എവിടെയാണ് ശോഭിക്കുന്നത്? പൊട്ടക്കിണറ്റിനകത്ത്. ഇപ്പോൾ എവിടെയാണ് ശോഭിക്കുന്നത്? സഹോദരന്മാർ തലങ്ങും വിലങ്ങും അടിക്കുക. ഇനി അടുത്തൊരു വാക്യം വായിച്ചോട്ടെ. ഉൽപ്പത്തി 1:16. ജോസഫ് മിസ്രയീം രാജാവായപ്പോൾ ഫറവോന്റെ മുമ്പാകെ നിൽക്കുമ്പോൾ അവന് 30 വയസ്സായിരുന്നു. ജോസഫ് ഫറവോന്റെ സന്നിധാനത്തിൽ നിന്ന് പുറപ്പെട്ട് മിസ്രയീം ദേശത്തൊക്കെയും സഞ്ചരിച്ചു. 30-ാമത്തെ വയസ്സ്. ഞാൻ ആദ്യം പറഞ്ഞത് 17-ാമത്തെ വയസ്സ്, ഇപ്പോൾ 30-ാമത്തെ വയസ്സ്. ഇതിൻ്റെ ഇടയിൽ 17, 30, 20, 13 വർഷം. 13 വർഷക്കാലം ഈ ദർശനത്തിന് ഒരു അർത്ഥവുമില്ല. 13 വർഷക്കാലം ഒന്നും നടന്നില്ല. 13 വർഷക്കാലം ആകെ കഷ്ടത്തിലും കണ്ണുനീരിലുമായിരുന്നു. ഇവൻ മന്ത്രിയാകും, ഇവൻ ഉന്നതനാകും, ഇവന്റെ സഹോദരന്മാർ ഇവനെ നമസ്കരിക്കും, ഇവന്റെ അപ്പനും അമ്മയും അവനെ നമസ്കരിക്കും. ഇത് ദൈവം പറഞ്ഞു, ദൈവം അവന് ദർശനം കൊടുത്തു. പക്ഷെ സംഭവിച്ചതോ, നീണ്ട 13 വർഷക്കാലവും ഇവൻ കഷ്ടത്തിലൂടെയും ദുഃഖത്തിലൂടെയും നടന്നുപോയി. പൊട്ടക്കിണറ്റിൽ അകപ്പെട്ടു, അടിമയായിട്ട് അവനെ വിറ്റു. പോത്തിഫറിന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവനെതിരായിട്ടൊരു കേസ് വന്നു. എന്താണ്? സ്ത്രീ പീഡന കേസാണ്. സ്ത്രീ പീഡന കേസില് സാഹചര്യ തെളിവ് ഇവന് വിപരീതമാണ്. വീട്ടിൽ ആരുമില്ല. കോടതി കറക്റ്റായിട്ട് എഴുതി, വീട്ടിൽ ആരുമില്ലാത്ത സമയം. 1. 2, തൊണ്ടി മുതൽ ഇവന് വിപരീതമാണ്. ഇവന്റെ അവിടെ ഒരു പെമ്പിള ഉണ്ടായിരുന്നു. അവൾ ഈ പയ്യനെ ബലാത്കാരം ചെയ്യാൻ വേണ്ടിയിട്ട് പിടിച്ചപ്പോൾ അവൻ ഓടിയപ്പോൾ അവൻ ഷർട്ടേ കയറി പിടിച്ചു. ആ ഷർട്ടിനെ അവൻ ഊരിയിട്ടിട്ട് അവൻ ഓടി രക്ഷപ്പെട്ടു. പക്ഷെ അവളുടെ കയ്യിൽ ആ ഷർട്ട് കിട്ടി. അവൾ കൊണ്ടൊന്ന് കോടതിയിൽ ഹാജരാക്കി. ഈ ഷർട്ട് ഇവൻ്റെയാണ്, ഇവൻ എൻ്റെ കിടപ്പറയ്ക്കകത്ത് വന്നതിൻ്റെ ഏക തെളിവ് ഈ ഷർട്ടാണ്. എവിഡൻസ് വെച്ചു കൊടുത്തു. 3, ഇവന് വക്കാലത്തെടുക്കാൻ ഒരു വക്കീലില്ല. ഇവൻ അപ്പനില്ല, അമ്മയില്ല. എല്ലാവരും ഉണ്ട്, പക്ഷെ ആരും ഇപ്പം ഇല്ല. ഇപ്പോഴത്തെ ഇല്ലാത്ത സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അപ്പനും ഇല്ല, അമ്മയുമില്ല. മാത്രവുമല്ല സഹോദരങ്ങളില്ല. അവന്മാർ പൊട്ടം കണ്ടെത്തിയിട്ട് അവനെ അടിമയായിട്ട് വിറ്റതാണ്. ഇവന് വേണ്ടിയിട്ട് നല്ലൊരു അഡ്വക്കേറ്റിനെ വയ്ക്കാൻ ഇവന്റെ കയ്യിലില്ല. 3-ാമത്തെ സംഭവം ഇവന് വിപരീതം. ഒരു അഡ്വക്കേറ്റ് കയറി നിന്ന് എൻ്റെ കക്ഷി ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയാൻ ഒരാളില്ല. 4, കേസ് കൊടുത്തിരിക്കുന്ന വ്യക്തി മിസ്രൈമിന്റെ പട്ടാള മേധാവിയായിരിക്കുന്ന പോത്തിഫറിന്റെ ഭാര്യയാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥന്റെ ഭാര്യയാണ്. കേന്ദ്ര ഗവൺമെന്റിന് ഒരു പ്രത്യേകതയുണ്ട്. ഗവൺമെന്റ് സ്റ്റാഫുകൾക്ക് സപ്പോർട്ട് കൊടുക്കേണ്ടത്, ഗവൺമെന്റ് സ്റ്റാഫുകൾക്ക് ആവശ്യമുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് അവരുടെ ഭാഗം കൂടി ആയിരിക്കുകയാണ്. 4 കാര്യങ്ങൾ തനിക്ക് വിപരീതമായിട്ട് നിൽക്കുകയായിരുന്നു. അഡ്വക്കേറ്റ് ഇല്ല, ഗവൺമെന്റ് സ്റ്റാഫിന്റെ ഭാര്യയാണ് കേസ് കൊടുത്തിരിക്കുന്നത്. അതോടനുബന്ധിച്ച് അവൻ്റെതായിട്ടുള്ള ഒരു വസ്ത്രം തെളിവായിട്ട് കൊടുത്തിരിക്കുന്നു. ആ ക്രൈം നടന്ന സമയത്തിൽ വീട്ടിൽ ആരുമില്ല. ഈ പാവപ്പെട്ട ദൈവഭക്തനായിരിക്കുന്ന പയ്യൻ ഒരു തെറ്റും ചെയ്തില്ല. എല്ലാ പത്രങ്ങളിലും എഴുതി ഇവൻ പീഡന കേസിലെ പ്രതി, ഇവൻ പീഡനത്തിൽ റിമാൻഡിലാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവന് വേണ്ടി ആരും വാദിക്കാനില്ലാത്തത് കൊണ്ട് കേസ് മുമ്പിലേക്ക് ഉടനടി ശിക്ഷയും വിധിച്ചു. ജീവപര്യന്തം ശിക്ഷ. അവൻ കണ്ട സ്വപ്നം നീയല്ല, ലോകം മുഴുവനും നിന്നെ നമസ്കരിക്കുമെന്ന് ദൈവം പറഞ്ഞു. നിന്റെ അപ്പനും അമ്മയും നിന്നെ നമസ്കരിക്കും. ദൈവം പറഞ്ഞു നിന്റെ ചേട്ടന്മാർ നിന്നെ നമസ്കരിക്കും. ഹബക്കൂക്ക് പറഞ്ഞു ദർശനത്തിന്റെ ഒരു അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. ഈ കൂട്ടത്തിൽ ചില ജോസഫുമാരുണ്ട്. ദർശനം കണ്ടിട്ട്, ദർശനം കേട്ടിട്ട്, പ്രവചനം കേട്ടിട്ട്, പ്രവചനം കണ്ടിട്ട് ഇതുവരേക്കും ആ നന്മ
പ്രാപിക്കുവാൻ കഴിയാതെ, ഇതുവരെയും അനുഗ്രഹം അവകാശമാക്കുവാൻ കഴിയാതെ ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുകയാണ്. നടക്കും, അത് നടക്കും, അത് അതുപോലെ സംഭവിക്കും. പക്ഷേ നീ ക്ഷീണിച്ചു പോകരുത്. ഇപ്പോൾ ജോസഫ് ജയിലിനകത്താണ്. ജോസഫിന് ജഡ്ജ്മെന്റ് വന്നിരിക്കുക, ജീവപര്യന്തം അകത്ത് കിടക്ക, ഇനി പുറത്തിറങ്ങൂല. ദൈവം പറഞ്ഞു നീ മന്ത്രിയാകും. ദൈവം പറഞ്ഞു നിന്റെ ചേട്ടന്മാരെക്കാൾ നീ വലിയവനാകും. അപ്പോഴും അവൻ ജയിലിനകത്ത് കിടക്കുകയാണ്. ഒരു ദൂതൂടെ പറഞ്ഞിട്ട് ഞാൻ പോയിക്കോട്ടെ. സ്തോത്രം. അബ്രഹാമിനോട് ഒരിക്കൽ ദൈവം ഇങ്ങനെ പറഞ്ഞു. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, അബ്രഹാമിന് ഉൽപ്പത്തി 22:17, ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിച്ച് നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയാക്കും. 75-ാമത്തെ വയസ്സിൽ ദൈവം അബ്രഹാമിനോട് ഇതുപോലെ പറഞ്ഞു, നിനക്ക് പിള്ളേരില്ലാത്തവനായിട്ടൊന്നും നീ നടക്കൂല കേട്ടോ, നീ ഭയങ്കര പിള്ളേരുള്ളവനാകും, നീ ബഹുജാതികൾക്ക് പിതാവാകും അബ്രഹാമേ. 75-ാമത്തെ വയസ്സിൽ പറഞ്ഞു. 76 വയസ്സായിട്ട് നടന്നില്ല. 1 വർഷം കാത്തിരുന്നു, കിട്ടിയില്ല. 5 വർഷം അബ്രഹാം കാത്തിരുന്നു. ദൈവം പറഞ്ഞു നിനക്ക് പിള്ളേരെ കൊണ്ടുള്ള സംസ്ഥാന സമ്മേളനം നടക്കൂടെ, ഒരുപാട് പിള്ളേരെ കിട്ടൂടെ. പക്ഷേ 5 വർഷമായിട്ടും കിട്ടിയില്ല. ആരാധന കുറഞ്ഞില്ല. എവിടെ ദൈവം ആരാധിക്കാൻ പറയുന്നു അവിടെ എല്ലാം ആമേൻ ആരാധിക്കും, സ്തുതിക്കും. ഏത് ഞായറാഴ്ച ആരാധിക്കാൻ പറഞ്ഞാൽ ആരാധിക്കുക, ഏത് സെക്ഷനിൽ ആരാധിക്കാൻ പറഞ്ഞാൽ ആരാധിക്കുക. ക്ഷീണിച്ചു പോകാതെ അബ്രഹാം ആരാധിച്ചു. 10 വർഷമായി കുഞ്ഞ് കിട്ടിയില്ല. ദൈവം പറഞ്ഞു കിട്ടുമെന്ന്. കാത്തിരുന്നു. ഒടുവിൽ 100-ാമത്തെ വയസ്സിൽ 24 വർഷക്കാലത്തിന് ശേഷം 100-ാമത്തെ വയസ്സിൽ ദൈവം അബ്രഹാമിന് കൊടുത്തു ദർശനത്തിൻ്റെ ഒരവധി. പരിശുദ്ധാത്മാവ് ഈ കൂട്ടത്തിൽ ചിലരോട് പറയുകയാ, എന്തുകൊണ്ട് വാഗ്ദത്വങ്ങൾ എനിക്ക് അവകാശമാക്കുവാൻ കഴിയുന്നില്ല, വാഗ്ദത്വങ്ങൾ എനിക്ക് നേടിയെടുക്കുവാനായിട്ട് കഴിയുന്നില്ല എന്ന് നീ വിചാരിച്ചു കൊണ്ടിരിക്കപ്പെടുമ്പോൾ തന്നെ ദൈവത്തിന് അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയും. ജോസഫ് റിമാൻഡല്ല, അവൻ ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിച്ച് കാരാഗ്രഹത്തിൽ കിടക്കുക. അവന് 2 സുഹൃത്തുക്കളുണ്ടായിരുന്നു. ഒരു പാനപാത്ര വാഹകനും ഒരു അപ്പക്കാരനും ആയിരുന്ന 2 പേര് സ്തോത്രം ഇവന് കൂടെ ഉണ്ടായിരുന്നു. ഈ 2 സുഹൃത്തുക്കളോടും ഇതെല്ലാം ഷെയർ ചെയ്തു. ജോസഫ് പറഞ്ഞു, ആക്ച്വലി ഞാൻ ഒരു തെറ്റും ചെയ്തില്ല. ഒരു പെമ്പിള എന്നെ പ്രേമിക്കാൻ നോക്കി, എന്നെ പിന്നെ കമൻ്റ് അടിച്ചു. ഞാനൊരു ദൈവ പൈതലാണ്, ഞാൻ പൊട്ടക്കിണറ്റിൽ കിടന്നപ്പോൾ ദൈവമേ എന്ന് വിളിച്ച് ഞാൻ രക്ഷപ്പെടാം. എനിക്ക് പാപം ചെയ്ത് ദൈവത്തിൻ്റെ അനുഗ്രഹം നഷ്ടപ്പെടുത്താൻ പറ്റത്തില്ല. അതിൻ്റെ ചേട്ടന്മാരെല്ലാവരും എനിക്കില്ല, എല്ലാവരും. അതുകൊണ്ട് എനിക്ക് എവിടെയെങ്കിലും ദൈവം മാത്രമേ എനിക്ക് ആശ്രയമുള്ളൂ. അതുകൊണ്ട് ആ പെമ്പിളായുടെ ഇഷ്ടമനുസരിക്കാൻ നിന്നില്ല. ഞാൻ അവൾ കിടന്ന് ഉപദ്രവിക്കാൻ നോക്കിയപ്പോൾ എൻ്റെ ഡ്രസ്സൊക്കെ എടുത്തെറിഞ്ഞിട്ട് ഞാൻ ഓടി രക്ഷപ്പെടുകയാണ്. ആക്ച്വലി ഞാൻ ഒരു തെറ്റും ചെയ്തില്ല. മറ്റവൻ പറഞ്ഞു, യവൻ കുറേ അടിച്ചുമാറ്റുകാരനാണ്, യവൻ കുഴപ്പക്കാരനായിരുന്നു, അങ്ങനെയാണ് രാജാവ് പിടിച്ചവനെ ജയിലിൽ. മറ്റവൻ പറഞ്ഞു അവൻ കിച്ചൺ മാനേജരായിരുന്നു, പക്ഷേ രാജാവിന് അവൻ ടേസ്റ്റ് ഒന്നും നോക്കാതെ അതേ ഉപ്പ് കൂടിപ്പോയി ആ ചമ്മന്തി കൊടുത്തു. അങ്ങനെയാണ് യവൻ താമന്ന് കിടക്കുന്നത്. അവരെല്ലാവരും തെറ്റുകാരന്മാരാ, പക്ഷേ ഇവ ഒരു തെറ്റും ചെയ്തില്ല. അങ്ങനെ അവർ പാർട്ട്ണർഷിപ്പ് അവർ ഫ്രണ്ട്ഷിപ്പിലേക്ക് ഒക്കെ നല്ലതായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൈവം സങ്കീർത്തനക്കാരിലൂടെ ഒരു വാക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. സങ്കീർത്തനം 105:18, യഹോവയുടെ വചനം നിവർത്തിയാകുകയും അവൻ്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുവോളം അവനവൻ്റെ കാലുകളെ വിലങ്ങുകൊണ്ട് ബന്ധിക്കുകയും അവൻ ഇരുമ്പ് ചങ്ങലകളെ കുടുങ്ങുകയും ചെയ്തു. രാജാവ് ആളയിച്ചു, അവനെ വിടുവിച്ചു. ജാതികളുടെ അധിപതി അവനെ സ്വതന്ത്രനാക്കി. അവൻ്റെ പ്രഭുക്കന്മാരെ ഇഷ്ടപ്രകാരം ഖണ്ഡിച്ചു കൊള്ളുവാനും അവൻ്റെ മന്ത്രിമാർക്ക് ജ്ഞാനം ഉപദേശിച്ചു കൊടുപ്പാനും തൻ്റെ ഭവനത്തിന് അവനെ കർത്താവായും തൻ്റെ സർവസമ്പത്തിനും അധിപതിയായും നിയമിച്ചു. സങ്കീർത്തനത്തിൽ ഒരു പാട്ടൊരുത്തൻ എഴുതുകയാണ്, രാജാവ് അവനെ വിളിക്കും, അവൻ്റെ കൈകാലുകളെ കെട്ടുകളെ അവരഴിക്കും, കയ്യിലെ കെട്ടഴിക്കും, കാലിലെ കെട്ടഴിക്കും, ബുദ്ധി ഉപദേശിക്കുന്ന മന്ത്രിയായിട്ട് അവൻ വരും. ഒരു പാട്ടുകാരൻ്റെ ഉള്ളിനകത്ത് അത് ദൈവം കൊടുത്തു എങ്കിൽ അതിവിടെ സംഭവിക്കാനായിട്ട് പോകുകയാണ്. കർത്താവ് പറഞ്ഞു, നിന്നെ
നിന്നെ നിന്റെ സഹോദരന്മാർ നമസ്കരിക്കാം, നിന്നെ നിന്റെ അപ്പനും അമ്മയും നമസ്കരിക്കും, ഈ ലോകം മുഴുവനും നിന്നെ മാനിക്കും, ഈ ലോകം മുഴുവനും നിന്നെ അംഗീകരിക്കും. ആമേൻ. പീഡന കേസിൽ പ്രതിയായിരിക്കുന്ന ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ 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 പീഡന കേസിൽ തെളിവ് സഹിതം എടുത്തിരിക്കുന്ന ഒരു വ്യക്തി ഇതാ ദൈവം പറയുന്നു, നീ പുറത്തു വരും. ദൈവം എന്നാ ചെയ്തു എന്നറിയാവോ? ഒരു ജോസേഫിന് വേണ്ടിയിട്ട്, നിങ്ങൾ ഓരോരുത്തരും ജോസേഫാണ്. ഒരു ജോസേഫിന് വേണ്ടിയിട്ട് ഒരു രാജ്യത്തിൻ്റെ രാജാവിൻ്റെ കിടപ്പറയ്ക്കകത്തേക്ക് കടന്നു ചെന്നിട്ട് അവൻ്റെ ഉറക്കത്തെ കെടുത്തിക്കളഞ്ഞു. എടാ, ജോസേഫിനെ പുറത്ത് കൊണ്ടുവന്നല്ലാതെ നിന്നെ ഞാൻ ഉറങ്ങാൻ വിടത്തില്ലടാ. ജോസേഫിനെ വെളിയിൽ കൊണ്ടുവന്നല്ലാതെ നീ ഉറങ്ങത്തില്ലടാ. ദൈവം അവനൊരു സ്വപ്നം കൊടുത്തു. ആമേൻ. മെലിഞ്ഞ കുറേ കാളകളും പശുക്കൾ, അതോടൊപ്പം തടിപ്പിച്ച പശുക്കളും. മെലിഞ്ഞതിനെ തടിപ്പിച്ചത് കഴിക്കുന്നു. സ്വപ്നത്തിൻ്റെ അർത്ഥം എന്തായിരിക്കും? ശകുനവാദികളെയും ആ കാലഘട്ടത്തിലുള്ള സകലവിധമായ ലക്ഷണം പറയുന്നവരെയും മന്ത്രവാദികളെയും എല്ലാവരെയും വിളിച്ചു. പക്ഷേ ഫറവോനെ സംബന്ധിച്ചിടത്തോളം ആമേൻ ഒരു വിധത്തിലും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടി അവൻ അവിടെ ലഭിച്ചതേ ഇല്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ ജയിലിനകത്ത് സ്വപ്നം വ്യാഖ്യാനിക്കുന്ന ഒരാളുണ്ട്. ആ സ്വപ്നം വ്യാഖ്യാനിക്കുന്ന ആളിനെ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ രാജാവിൻ്റെ പാനപാത്രവാഹകനും അതോടൊപ്പം അപ്പക്കാരനും അകത്ത് കിടന്നിട്ട് 2 സ്വപ്നങ്ങൾ കണ്ടു. ദൈവം ജോസഫിന് വേണ്ടി കൂട്ടുകാരന്മാർക്ക് സ്വപ്നം കൊടുത്തു. കൂട്ടുകാരന് ഒരുത്തനെ പുറത്തു കൊണ്ടുവരണമെങ്കിൽ യൂട്യൂബ് ഒന്നും വേണ്ടാന്ന്, ഇൻസ്റ്റയൊന്നും വേണ്ടാന്ന്, അവനങ്ങ് പബ്ലിക് ആകണമെങ്കിൽ അങ്ങ് ആകും. ആരും അവനെ ഫേമസ് ആക്കേണ്ട ആവശ്യകതയൊന്നുമില്ല. ദൈവം വിചാരിച്ചു കഴിഞ്ഞാൽ അവനെ ദൈവം മറ്റുള്ളവർ മുമ്പിൽ അറിയപ്പെടുന്നവനാക്കും. ഇവൻ 2 പ്രശ്നം കണ്ടു. ഒന്ന് വേറൊന്നുമല്ല, പ്രൈസ് ദി ലോർഡ്, ഒരു മുന്തിരി, ആ മുന്തിരി നന്നായിട്ട് കിളിർത്ത് വരുന്നു. ആ മുന്തിരിയിൽ നിന്ന് ഒത്തിരി 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 പഴങ്ങൾ ഇങ്ങനെ കടന്നു വരുന്നു. സ്തോത്രം. അതിൽ നിന്നും ചാറെല്ലാം എടുക്കുന്ന ഒരു ദർശനം കണ്ടു. ഉടനടി ജോസഫിനോട് പറഞ്ഞു, ഞാനിങ്ങനെ രാവിലെ ഒന്ന് സ്വപ്നം കണ്ടളിയ, പിന്നെ എന്താണെന്ന് ഒരു പിടിയില്ല, ഇങ്ങനെ മുന്തിരിയെക്കുറിച്ച് ഞാൻ സ്വപ്നം കണ്ടു. ജോസഫ് ഒന്ന് ആത്മാവിലെന്ന് കണ്ണടച്ചു. പ്രാർത്ഥിക്കുന്നവനാണ്, പീഡന കേസിൽ പ്രതിയൊക്കെ തന്നെ, പക്ഷേ പുള്ളി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, 3 ദിവസക്കാലം, അതാണ് 3 കൊട്ട, 3 ദിവസക്കാലത്തിനകം വെച്ച് രാജാവ് നിന്നെ വിളിക്കും, നീ ജയിലിൽ നിന്ന് പുറത്തു പോകും. സ്വത്രം 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 3 ദിവസക്കാലം. രാജാവ് ഉടനടി എഴുതി, ഇപ്പൊ നിൽക്കുന്ന പാനപാത്രവാഹനം ശരിയല്ല, ജയിലിൽ കിടക്കുന്നവനെ കൊണ്ടുപോവാ. ഉടനടി ആമീൻ ഇവനിതാ ശിക്ഷയൊന്നും അനുഭവിക്കാതെ പുറത്തേക്ക് വന്നു. ആ ജയിലിനകത്ത് കണ്ടവരും കേട്ടവരും എല്ലാവരും പറഞ്ഞു, ഈ ജോസേഫ് പറഞ്ഞതുപോലെ സംഭവിച്ചു. അവനൊരു സ്വപ്നം കണ്ടപ്പോ ഈ ജോസേഫ് അതിനെ വ്യാഖ്യാനിച്ചു, അതുപോലെ സംഭവിച്ചു. അവനിതാ രക്ഷപ്പെട്ടു പോയിരിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ അടുത്തതാ വേറൊരുത്തൻ സ്വപ്നം കണ്ടു. അവൻ പറഞ്ഞു, ഞാനിങ്ങനെ തലയിൽ കുട്ടയും കൊച്ചുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോഴത്തേക്ക് അതിൽ കുറേ പറവകളൊക്കെ വന്ന് അതിനകത്തിരുന്ന അപ്പമൊക്കെ 3 അപ്പം അതിനെ എടുത്ത് ഇങ്ങനെ കൊത്തിക്കൊണ്ട് പോകുന്നതായിട്ട് ഞാനിങ്ങനെ കണ്ടു. അവനും വിചാരിച്ചു, ശരി, അവനും 3 കണ്ടു, ഞാനും 3 കണ്ടു, അപ്പോൾ എനിക്കിന്ന് രക്ഷപ്പെടാനുള്ള സമയമായല്ലോ എന്ന് വിചാരിച്ചിട്ട് സ്വത്രം ജോസേഫിൻ്റെ അടുക്കലേക്ക് വന്ന് പറഞ്ഞു, ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടു. അവന് വ്യാഖ്യാനിച്ചു, അതുപോലെ നടന്നല്ലോ. എന്നോട് പറ, അഭിഷേകമുള്ളവൻ, കൃപയുള്ളവൻ ഒന്ന് ധ്യാനിച്ചതിന് ശേഷം സ്വത്രം ഹല്ലേലൂയ പറഞ്ഞു, നിങ്ങളെപ്പോലെയൊന്നുമല്ല, ആത്മാവിലൊന്ന് ബലപ്പെട്ടു. കർത്താവേ, ഇവരുടെ സ്വപ്നം കണ്ടോ, ഇത് എനിക്ക് വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല, ഇത് നിനക്ക് വ്യാഖ്യാനിക്കാനായിട്ട് കഴിയുമെന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ നീ ധ്യാനിച്ചിട്ട് ജോസേഫ് പറഞ്ഞു, വേറെ കുഴപ്പമൊന്നുമില്ല, 3 ദിവസം ആകുമ്പോൾ രാജാവിൻ്റെ 2 പടയാളികൾ ഇതിനകത്തേക്ക് കടന്നു വരും, ഒരു വാളും കൊണ്ടുവരും, നിന്റെ തലയിൽ ഇങ്ങനെ പിടിച്ചതിന് ശേഷം തലയങ്ങ് വെട്ടിയെടുത്തോണ്ട് പോകും. അതതുപോലെ സംഭവിച്ചു. അവനെ വാളുകൊണ്ട് വെട്ടിക്കൊന്നു.
കണ്ടു നിന്നവരും കേട്ടു നിന്നവരും ആ ജയിലിനകം മുഴുവനും വാർത്തയായി. ജോസേഫ് പറഞ്ഞതെല്ലാം അതുപോലെ സംഭവിക്കുന്നു. ജോസേഫ് പറഞ്ഞതെല്ലാം അതുപോലെ സംഭവിക്കുന്നു. ജോസേഫ് പറഞ്ഞതുപോലെ അതുപോലെ ഇവനിലെന്തോ ഉണ്ട്, ഇവനിലെന്തോ ഉണ്ട്, ഇവനിലെന്തോ ഉണ്ട്, ഇവനിലെന്തോ ഉണ്ട്, ഇവനിലെന്തോ ഉണ്ട്. ആകയാൽ രാജാവ് ഇതാ ടെൻഷൻ അടിച്ചിരിക്കുക. ഉറക്കം നഷ്ടപ്പെട്ട്, ഊണ് നഷ്ടപ്പെട്ട് ഈ സ്വപ്നത്തിന്റെ അർത്ഥം എന്തെന്നറിയാൻ വേണ്ടിയിട്ട് കാത്തിരുന്നപ്പോൾ ഇതാ പാനപാത്രവാഹകൻ പറയുകയാണ്, ഞാൻ ജയിലിൽ കിടന്നപ്പോ ഒരു പുള്ളി അതിനകത്തുണ്ടായിരുന്നു. അവൻ സ്വപ്നക്കാരനാണ് കേട്ടോ, അവൻ സ്വപ്നം വ്യാഖ്യാനിക്കുന്നവനാണ്. രാജാവ് പറഞ്ഞു, ആരവിടെ? ആ സ്വപ്നം വ്യാഖ്യാനിക്കുന്നവനെ ജയിലിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവാ. ഉടനെ കൊണ്ടുവന്ന് അവനെ കുളിപ്പിച്ച്, ഹെയർ ഡ്രസ് ചെയ്ത്, തലമുടി വെട്ടിച്ച്, ഷേവ് ചെയ്യിപ്പിച്ച്, അവന്റെ കൈയും കാലിലുള്ള ചങ്ങലകളെല്ലാം സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ പൂർണ്ണമായിട്ട് അങ്ങ് മാറ്റി വെച്ചതിന് ശേഷം നല്ല ഉടുപ്പിടിച്ച്, നല്ല പാന്റ് ഇടിപ്പിച്ച്, നല്ല വസ്ത്രം കൊടുത്ത്, നല്ല ഭക്ഷണം കൊടുത്ത് അവന് ഇതാ രാജസന്നിധിയിലേക്ക് കൊണ്ട് നിർത്തിയപ്പോൾ സ്വർഗത്തിലെ ദൈവം ഇതാ പറഞ്ഞതാണ്, നിന്നെ മറ്റുള്ളവർ നമസ്കരിക്കുക, രാജാക്കന്മാരുള്ളവർ വരെ നമസ്കരിക്കുമെന്നുള്ള പ്രവചനത്തിന്റെ ഒന്നാമത്തെ കാൽവയ്പ് ഇന്ന് പകൽ സമയത്തിൽ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവസഭയോട് ഞാൻ പറയട്ടെ, പ്രവചനത്തിന് ഒരു സമയമുണ്ട്, ദർശനത്തിന് ഒരു സമയമുണ്ട്. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുകയാണ്. അത് നിന്റെ കുടുംബത്തിൽ സംഭവിക്കുക, അത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കുക. ഏത് കാരാഗ്രഹത്തിനകത്ത് കിടന്നാലും ശരി തന്നെയാണ്, ഏത് അടിമത്വത്തിൽ കിടന്നാലും ശരി തന്നെയാണ്, ഏത് ക്ഷാമത്തിൽ കിടന്നാലും ശരി തന്നെ, ഏത് ദാരിദ്ര്യത്തിൽ കിടന്നാലും ശരി, ഏത് രാജ്യത്തിൽ കിടന്നാലും ശരി, അവന് ദർശനത്തിന് അവധിയുണ്ട്. തിടുക്കം കാണിക്കരുത്. ദൈവസന്നിധിയിൽ കാത്തിരിക്കണമേ. എന്റെ ദൈവം എന്റെ സ്ഥിതിഗതികൾക്ക് മാറ്റം വരുത്ത്, എന്റെ ദൈവം എന്റെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്ത്. എല്ലാ കാലത്തും എനിക്ക് കഷ്ടമല്ല, എല്ലാ കാലഘട്ടത്തിലും എനിക്ക് ദുഃഖമല്ല. ജോസേഫേ, എല്ലാ കാലഘട്ടത്തിലും പൊട്ടക്കിണറ്റിനകത്തല്ല നീ, എല്ലാ കാലഘട്ടത്തിലും പോത്തിപ്പറിന്റെ അടിമയല്ല നീ, എല്ലാ കാലഘട്ടത്തിലും കാരാഗ്രഹത്തിനകത്തല്ല നീ പുറത്തു വരുന്ന ഒരു സമയമുണ്ട്. നിന്നെ ദൈവം പുറത്തു കൊണ്ടുവരുന്ന ഒരു സമയമുണ്ട്. അതിനുവേണ്ടി നീ കാത്തിരിക്കണം, അതിനുവേണ്ടി നീ കാത്തിരിക്കണം. എൻ്റെ സമയം, എനിക്കൊരു സമയമുണ്ട്. ആമേൻ. വാഗ്ദത്വങ്ങൾ നിറവേറുന്ന സമയമുണ്ട്. എൻ്റെ രോഗം മാറാനൊരു സമയമുണ്ട്. എനിക്ക് ഭവനം കിട്ടാനൊരു സമയമുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹം പ്രാപിക്കാനൊരു സമയമുണ്ട്. എൻ്റെ പൈതലിൻ്റെ വിവാഹം നടക്കാനൊരു സമയമുണ്ട്. എൻ്റെ ബാധ്യതകൾ തീരാനൊരു സമയമുണ്ട്. എൻ്റെ ശാരീരിക ബലഹീനത മാറാനൊരു സമയമുണ്ട്. എനിക്കൊരു ജോലി കിട്ടാനുള്ള സമയമുണ്ട്. ഞാൻ ആ സമയത്തിന് വേണ്ടി കാത്തിരിക്കും. ജോസേഫിനെ പോലെ അനുഗ്രഹങ്ങൾ വൈകിയെന്ന് വെച്ചിട്ട് ജോസേഫിന് തെല്ലും അവിശ്വാസമില്ലായിരുന്നു. ഞാനിവിടെ ഏകദേശം 9 വാക്യം ഞാൻ കുറിച്ചു വച്ചിട്ടുണ്ട്, പക്ഷെ പറയാൻ സമയമില്ല. എവിടെയൊക്കെ ജോസേഫിനോട് ആരൊക്കെ സംസാരിച്ചു അവിടെയെല്ലാം എൻ്റെ ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നു, എൻ്റെ ദൈവമാണത് ചെയ്തത്, എൻ്റെ ദൈവത്തിനത് ചെയ്യാനായിട്ട് കഴിയും, എൻ്റെ ദൈവമാണ് എന്നെ ഈ കാരാഗ്രഹത്തിൽ കൊണ്ടെത്തിയെങ്കിൽ ഞാൻ പുറത്തു വരാം, എൻ്റെ ദൈവം അവരോട് ക്ഷമിക്കും. അങ്ങനെ 9 വാക്യം നിങ്ങൾ വീട്ടിൽ പോയി വായിക്കുക. ഉൽപ്പത്തി 39:9, ഉൽപ്പത്തി 41:51, ഉൽപ്പത്തി 48, ഉൽപ്പത്തി 41:16, ഉൽപ്പത്തി 41:52, ഉൽപ്പത്തി 42:18, ഉൽപ്പത്തി 45:5, ഉൽപ്പത്തി 45:8, ഉൽപ്പത്തി 50:20. ഇവിടെ എല്ലാം ജോസേഫ് എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ അവിടെയല്ല എൻ്റെ ദൈവം. പൊട്ടക്കിണത്തിൽ കിടന്നപ്പോൾ എൻ്റെ ദൈവം, പോത്തിഫർ കള്ളക്കേസ് കൊടുത്തപ്പോൾ എൻ്റെ ദൈവം, ആമേൻ, ജയിലിനകത്ത് കിടന്നപ്പോൾ എൻ്റെ ദൈവം. പറയണം, ആശുപത്രി കിടക്കുമ്പോഴും പറയണം എൻ്റെ ദൈവ, ഐസിക്കകത്ത് കിടക്കുമ്പോഴും എൻ്റെ ദൈവ എന്നെ വിടുവിക്കുക. നീ പറയണ, അല്ലാതെ ഞാൻ പള്ളിയിൽ പോയിട്ട് കാര്യമില്ല, ഞാൻ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, എന്നെ തേടി പാസ്റ്റർ വന്നില്ല, പാസ്റ്റർ എന്നെ ഫോൺ വിളിച്ചില്ല, പാസ്റ്ററിന്റെ ഫോണിൽ കൂടെ പ്രാർത്ഥിച്ചില്ല, ആമേൻ, ഹല്ലേലൂയ, കമ്മിറ്റിക്കാർ വന്നില്ല, എനിക്ക് സീറ്റ് കിട്ടിയില്ല, ആമേൻ, എനിക്ക് വേണ്ടി തലയെ കഴിച്ചു പ്രാർത്ഥിച്ചില്ല, അല്ലെങ്കിൽ ഞാൻ പള്ളിയിൽ പോയിട്ട് ഫലമില്ല, ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഫലമില്ല, ഉപവസിച്ചിട്ട് ഫലമില്ല. നീ പറയരുത്. യോസേഫിനെ കണ്ടുപഠിക്കണം. ഒരു പരിഭവവുമില്ല, ഒരു പരാതിയുമില്ല. കിടന്നു 13 വർഷക്കാലം അലഞ്ഞു തിരിഞ്ഞു. 17 മുതൽ 30 വയസ്സുവരെ അലഞ്ഞു. പരാതികളില്ലാതെ, പെറുവിറുപ്പുകളില്ലാതെ അലഞ്ഞു. ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്, അനുഗ്രഹത്തിൻ്റെ വക്കിലെത്തുമ്പോൾ
പുറപുറപ്പോടെ നഷ്ടപ്പെടുത്തരുത്. അനുഗ്രഹത്തിൻ്റെ കവാടത്തിലെത്തുമ്പോൾ ഓടി ഒളിച്ചു കളയരുത്. ഈ അപ്പൻ നിന്നെ കാത്തിരിക്കുക, നിന്റെ സമയത്തിന് വേണ്ടി. നിന്നെ പിറ്റേന്ന് അനുഗ്രഹിക്കാൻ പറ്റാത്തവനല്ല ദൈവം, പക്ഷേ അവനൊരു സമയമുണ്ട്, അവനൊരു സമയമുണ്ട്. ആ സമയത്തിന് വേണ്ടി കാത്തിരിക്കണം, അവൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കണം. സ്തോത്രം. രാജാവ് അവനെ വരുത്തി അവൻ്റെ അടുക്കലെ ചെന്ന് ഉൽപ്പത്തി പുസ്തകം 42 അധ്യായം 23 വാക്യം. ഒന്ന് ഞാൻ പറഞ്ഞത്, യോസേഫിൻ്റെ ജീവിതത്തിൽ ഒരു ടൈമുണ്ട്, അനുഗ്രഹം. ആ ടൈമിന് വേണ്ടിയിട്ട് അവൻ പിന്മാറാതെ പെറുപെറുക്കാതെ കാത്തിരുന്നു. 2, ദൈവം ചെയ്യുന്ന എല്ലാം നന്മയ്ക്കാണ്. ഉൽപ്പത്തി പുസ്തകം 42:23. ജോസേഫ് അവനോട് സംസാരിച്ചത് ദ്വിഭാഷി മുഖാന്തരം ആയിരുന്നത് കൊണ്ട് അവനിത് ഗ്രഹിച്ചു എന്ന് അവൻ അറിഞ്ഞില്ല. സംഭവം പ്രൈസലോ ആമേൻ. തൻ്റെ സഹോദരന്മാരെ വിളിച്ചു. എല്ലാവർക്കും ഇത് പഠിയിട്ടില്ല, ചരിത്രം അറിയാമെന്നുള്ളവർക്കറിയാം. അവസാനം ഈ ജോസേഫ് അവിടുത്തെ മന്ത്രിയായി. രാജാവ് ആ സംഭവം കംപ്ലീറ്റ് ചെയ്തില്ലല്ലോ. രാജാവ് വിളിച്ചിട്ട് നേരെ പറഞ്ഞു, സ്വപ്നം കണ്ടു. അപ്പം ജോസേഫ് സ്വോത്രം ഹല്ലേലൂയ 2 കൈയടിയും പ്രാർത്ഥനയൊക്കെ നടത്തിയിട്ട് പറഞ്ഞു, വേറെ കുഴപ്പമൊന്നുമില്ല രാജാവേ, വലിയൊരു ക്ഷാമകാലം വരാൻ പോവുകയാണ്. അതിനു മുമ്പ് 7 വർഷക്കാലം ഭയങ്കര സമൃദ്ധിയായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇന്നു മുതൽ വിളവെല്ലാം ഭയങ്കരമായിരിക്കും, ഇന്നു മുതൽ ഭയങ്കര ഗ്രോത്ത് ആയിരിക്കും. അത് കഴിഞ്ഞൊരു 7 വർഷക്കാലം ഭയങ്കര ക്ഷാമം, ഭൂമി മൊത്തത്തിൽ ക്ഷാമത്തിലേക്ക് പോകുകയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾ സ്വരൂപിക്കേണ്ടതെല്ലാം സ്വരൂപിക്കണം. അതാണ് ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം. ഉടനടി ജോസഫിനെ രാജാവ് വിളിച്ചു പറഞ്ഞു, കൊള്ളാം, ഇവൻ ഭയങ്കരനാണല്ലോ എന്ന് പറഞ്ഞ് ഉടനടി വിളിച്ചു പറഞ്ഞു, എല്ലാവരും ഇവൻ്റെ മുമ്പിൽ വന്ന് മുട്ടുമടക്കാൻ പറഞ്ഞു. ഇവൻ രാജാവാണ്, ഇവൻ പറയും പോലെയൊക്കെ കേൾക്കും എന്നുള്ളത് അതൊക്കെ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ്. എല്ലാവരും ഇവനെ മണങ്ങുമെന്നൊക്കെ പറഞ്ഞില്ലേ. രാജാവ് ഈ സ്വപ്നമൊന്നും അറിഞ്ഞില്ല, പക്ഷേ രാജാവ് പറഞ്ഞു എല്ലാവരും മുട്ടുമടക്കാൻ പറഞ്ഞു. അങ്ങനെ 4 പ്രാവശ്യം അവൻ്റെ മുമ്പിൽ മുട്ടുമടക്കിപ്പിച്ചു. അപ്പോൾ ആര് എന്ത് ചോദിക്കാൻ വന്നാലും ആദ്യം മുട്ടുമടക്കി പ്രാർത്ഥിക്കണം. അപ്പോൾ ചോദിച്ചിട്ടാണ് ജോസഫിന് അങ്ങനെ അവനെ ഭക്ഷ്യവകുപ്പ് മന്ത്രിയാക്കി വെച്ചു. ജോസഫ് എല്ലാ കളപ്പുരകളിൽ ശരിക്കട്ടു. 7 വർഷം കഴിഞ്ഞ സമയത്ത് ഭയങ്കര ക്ഷാമം വന്നു. ക്ഷാമം വന്നപ്പോൾ തൻ്റെ സഹോദരന്മാര് വന്നു ഭക്ഷണത്തിന് വേണ്ടിയിട്ട്. ആ രാജ്യത്തിൽ ഇല്ലാത്തത് കൊണ്ട് ഇവിടെ വന്നപ്പോൾ സഹോദരന്മാരെ കണ്ടപാടെ ജോസഫിന് മനസ്സിലായി. പക്ഷേ പുള്ളിക്കാരൻ ദ്വിഭാഷ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേറ്റ് ചെയ്താണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇസ്രായേലിൽ നിന്ന് ഇവർ കടന്നു വരികയാണ്, കനാലിൽ നിന്ന് ഇവർ കടന്നു വരുന്നു. ഇവിടെ മിസ്രൈമിലുള്ള ഭാഷയാണ് ഇവൻ അറിയാവുന്നതാണ്. അപ്പം അവർ വന്നിട്ട് ഈ കനാലിലെ ഭാഷകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്തിൽ മന്ത്രിയായിരിക്കുന്ന ജോസഫ് ഒന്നും അറിയാത്തതുപോലെ ഇങ്ങനെ നിന്നു. കാരണം പുള്ളിക്കാരൻ്റെ സഹോദരന്മാരെ അവന് ഭാഷയൊക്കെ അറിയാം, പക്ഷേ എന്നാലും വേറൊരുത്തം വന്ന് പറഞ്ഞ് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തു. അപ്പം ചേട്ടന്മാർ വിചാരിച്ചു ഇത് വേറെ ഏതോ വലിയൊരു ഓഫീസറാണ്, ഇവന് ഭാഷ പോലും അറിയത്തില്ല. പക്ഷേ അവൻ മിസ്രൈമിൻ്റെ ഭാഷയെ പഠിച്ചു. മിസ്രൈമിൻ്റെ പഠിക്കണമെങ്കിൽ ദൈവം അവിടെ നിന്നൊരു ക്യാപ്സൂൾ രൂപത്തിൽ, ഒരു ലഡുവിൻ്റെ രൂപത്തിൽ ഭാഷ അങ്ങനെയൊന്നുമില്ല ദൈവം കൊടുത്തത്. 7 വർഷം ജയിലിൽ കൊണ്ടിട്ടിരുന്നു ഭാഷ പഠിക്കാൻ. മിസ്രൈമിൻ്റെ ഇടയിൽ 7 വർഷക്കാലം. നിങ്ങളെല്ലാവരും ഈ ലഡു കഴിക്കുമ്പോൾ ഉരുട്ടി കഴിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്, എനിക്കറിയാം. ദൈവം അങ്ങനെ കൊടുക്കുന്നവനല്ല. ദൈവം ഒരിക്കലും ബേക്കറി ചെന്ന് കഴിഞ്ഞാൽ ലഡു കിട്ടുമെന്ന് വെച്ചുകൊണ്ട് കിട്ടത്തില്ല. നിന്നെ 1 വർഷം കൊണ്ട്, 2 വർഷം കൊണ്ട്, 3 വർഷം കൊണ്ട്, എത്ര കാലം കൊണ്ടാണോ പഠിപ്പിക്കാൻ ദൈവം ഉദ്ദേശിക്കുന്നത് ആ കാലഘട്ടം മുഴുവനും ഉപയോഗിച്ച് പഠിപ്പിക്കാം. ദൈവം ചിലരെയൊക്കെ പ്രാപ്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം ചിലരെയൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം ചില കാലങ്ങളായിട്ട് ചിലരെ ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഈ പ്ലാറ്റ്ഫോമിൽ മൈക്കും പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് 28 വർഷക്കാലം എന്നെ പഠിപ്പിച്ചു. ഇപ്പോഴും ദൈവം പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഞാനെന്ന് ചെന്ന് ലഡു തരുമ്പോൾ ഈ ക്യാപ്സ്യൂൾ രൂപത്തിൽ താന്നല്ല ചോദിച്ചത്. ദൈവം എന്നെ ഓരോ മേഖലകളിലൂടെ കടത്തിവിട്ട് ഓരോ കാലങ്ങൾ കഴിയുന്നതനുസരിച്ച് എൻ്റെ പാകതകളും പക്വതകളും ദൈവം വർദ്ധിപ്പിച്ച് കർത്താവിനെ പണിതുകൊണ്ടിരിക്കുന്നത് എനിക്ക് വ്യക്തമായിട്ടറിയാം. എന്നെ ഒരു തികഞ്ഞ വ്യക്തിത്വത്തിലേക്ക് ദൈവം ഓരോ ദിവസവും എന്നെ പണിയുന്നു. അതുപോലെ നിങ്ങളെയും ദൈവം പണിയുന്ന ദൈവമാണ്. അതുപോലെ നിങ്ങളെയും ദൈവം ഉറപ്പിക്കുന്ന കർത്താവാണെന്നുള്ളതിന് സംശയം. അപ്പോൾ ഇവനെ ദൈവം എന്തിനാണ് ജയിലിൽ കൊണ്ടിടുന്നത്? നിങ്ങൾക്ക് തോന്നി കർത്താവ് ഇത്രയും വലിയ വാഗ്ദത്വമൊക്കെ ഉള്ള പുള്ളി എന്തിനായിട്ട് കഷ്ടപ്പെടുത്തിയത്?
എന്തിനായിട്ട് ദാരിദ്ര്യം പിടിപ്പിച്ചത്, എന്തിനായിട്ട് നിന്ദിച്ചത്, പരിഹസിച്ചത്, കള്ളക്കേസിൽ പ്രതിയാക്കി, പീഡന കേസിലൊക്കെ പ്രതിയാക്കി, പുള്ളിയുടെ അഭിമാനമേ ജീവിതമേ പോയില്ലേ കർത്താവ്? ഇല്ലടാ. ഇവൻ ഭാഷ പഠിക്കണമെങ്കിൽ ജയിലിൽ തന്നെ കിടക്കണം. ഇവൻ ഭാഷ പഠിക്കണമെങ്കിൽ അതിനകത്ത് തന്നെ കിടക്കണം. അങ്ങനെ ഭാഷ പഠിക്കാൻ വേണ്ടിയിട്ട് അവനെ ജയിലിലാക്കിയെങ്കിൽ ചില തിന്മകൾ, ചില ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് പോലെ തോന്നുമെങ്കിൽ ദൈവത്തിന് നിങ്ങളെ ചിലത് പഠിപ്പിക്കണം. ഭാഷ മാത്രമല്ല സഹോദരങ്ങളെ, ചില ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകൾ പഠിപ്പിക്കാൻ വേണ്ടി, ജീവിതത്തിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ, പ്രയാസങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ദൈവം നിങ്ങളെ പണിയും. ഒരു വലിയൊരു മരം, ആ മരത്തിൻ്റെ ചുവട്ടിൽ നിങ്ങളൊരു വാഴ കൊണ്ട് നട്ടു. അത് വലിയ കൊല തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നിങ്ങൾ എന്തോന്ന് കൊണ്ട് നട്ടാലും അത് വലിയ ഫലം തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരി തന്നെ? എന്താ മരം ചെയ്തത്? ഭയങ്കരമായ തണല് കൊടുത്തുകൊണ്ടിരിക്കുക. എത്രത്തോളം മരമാകുന്ന നിങ്ങൾ, എത്രത്തോളം വൻമരമാകുന്ന നിങ്ങളെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് തണൽ കൊടുക്കുന്നോ അത്രത്തോളം ഫലം കുറവായിരിക്കും. ചിലരത് ഏറ്റെടുക്കണം. നിന്റെ കുട്ടികളെ തണൽ കൊടുത്താണ് ഇല്ലാതാക്കിയത്. സ്വോത്രം. ഒരുപാട് തണൽ കൊടുത്ത് ഇല്ലാണ്ടാക്കി. നിങ്ങൾ പറയും പ്രസംഗിക്കാൻ എളുപ്പമാണ്, അനുഭവിക്കാൻ പാടില്ല. ഞാൻ ഓരോ ദിവസങ്ങളിലും, ഞാൻ ഈ കൂട്ടത്തിലൊക്കെ ഒരുപാട് പേരുണ്ട്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും പറയുന്നില്ല. ഒത്തിരി കുട്ടികളെ ഞാൻ കാണുന്നുണ്ട് സ്വയം പര്യാപ്തമാകാത്ത, ചില കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അറിയാത്ത, വളരെ അധികം ബുദ്ധിമുട്ടുന്നു. എനിക്ക് എണ്ണി പറയാൻ ഒത്തിരി സംഭവം. അപ്പനും അമ്മയും ഉന്നതന്മാരാണ്, ഭയങ്കര ഉയരത്തിലിരിക്കുന്നവരാ. പക്ഷെ തലമുറകളെ കുറിച്ച് അവർ വ്യാകുലപ്പെടും. എന്താ? അമിതമായ തണല് എപ്പോഴും ആ കുഞ്ഞുങ്ങളുടെ വളർച്ചയെ ബാധിക്കും. സഹോദരങ്ങളെ, തണല് കൊടുക്കേണ്ടടുത്ത് കൊടുക്കണം, വെയിലടിക്കേണ്ടടുത്ത് അതിന് വെയിൽ തന്നെ അടിക്കണം. എൻ്റെ പപ്പയ്ക്ക് നന്നായിട്ടറിയാം, എൻ്റെ ദൈവത്തിന് നന്നായിട്ടറിയാം. തണല് കൊടുക്കേണ്ടടുത്ത് കൊടുക്കണം. ഇവന് ചില കഷ്ടത്തിലൂടെ നടത്തിവിടേണ്ടത് കഷ്ടത്തിലൂടെ നടത്തിവിട്ടാലേ ചിലത് പഠിക്കത്തുള്ളൂ. ചില കഷ്ടത വരുമ്പോൾ നിരാശപ്പെടരുത്, ചില വേദന വരുമ്പോൾ നിരാശപ്പെടരുത്. എന്റെ ദൈവം എന്നെ അറിയുന്നില്ല എന്ന് പറയരുത്. വെയിലടിക്കാനുള്ള പ്രാപ്തിയായിരിക്കുകയാണ്. നീ കായ്ക്കണമെങ്കിൽ, നീ പൂക്കണമെങ്കിൽ, നീ ആരോഗ്യമുള്ളതായിട്ട് വളരണമെങ്കിൽ എല്ലായിടത്തും നീ തണല് പ്രതീക്ഷിക്കരുത്. സ്വയം പര്യാപ്തമാകണം. മനസ്സിലാകുന്നു? ദൈവം ജോസഫിനെ എന്തിനു വേണ്ടി ഈ മേഖലകളിലൂടെ നടത്തിവിട്ടു? നിന്നെ എനിക്ക് പഠിപ്പിക്കണം. നീ ചെറിയ പുള്ളിയല്ല, നീ ഒരു രാജ്യത്തെ തന്നെ നയിച്ചു കൊണ്ടുപോകേണ്ടെന്ന വാഗ്ദത്വം പ്രാപിച്ചവനാണ്. നീ ഇതൊക്കെ പഠിക്കണം. അതിനു വേണ്ടിയിട്ട് അവനെ അവിടേക്ക് കൊണ്ടിട്ടു. എന്നെ കേൾക്കുന്നവരിക്കുന്ന സഹോദരങ്ങളെ, സ്വതന്ത്രം. ആരും നിങ്ങളെ കൈവിട്ടാലും ദൈവം നിങ്ങളെ കൈവിടത്തില്ല. നിങ്ങളുടെ കഷ്ടതകൾ, നിങ്ങളുടെ ദുഃഖങ്ങൾ, നിങ്ങളുടെ പ്രയാസങ്ങൾ നിങ്ങൾ നശിപ്പിക്കാനില്ല. പാനപാത്രവാഹനോട് അവൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്തിൽ യോസേഫ് ഒരു കാര്യം പറഞ്ഞു. നീ എൻ്റെ കാര്യം രാജാവിനോടൊന്ന് അറിയിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ അവനത് അറിയിച്ചില്ല. ദൈവം തന്നിരിക്കുന്ന സമയത്തിൽ നീ ഒന്ന് അറിയിക്കണമെന്ന് ദൈവ സാന്നിധ്യത്തിൽ അവൻ പറഞ്ഞു. സ്തോത്രം. പക്ഷേ അവൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഉൽപ്പത്തി പുസ്തകം 40:23 എങ്കിലും പാനപാത്രനാഹരുടെ പ്രമാണി ജോസേഫിനെ ഓർക്കാതെ അവനെ മറന്നു കളഞ്ഞു. യോസേഫ് ഒന്ന് റിക്വസ്റ്റ് ചെയ്തു, നീ രാജാവിൻ്റെ അടുക്ക പോവേയില്ലേ? ഞാൻ ഒരു പാവപ്പെട്ടവനാണ്, ഞാനൊരു തെറ്റും ചെയ്യാതെ ഇവിടെ കിടക്കുകയാണ്. നീ ഒന്ന് ജസ്റ്റ് ഒന്ന് റിക്വസ്റ്റ് ചെയ്യണം, എനിക്ക് വേണ്ടിയിട്ടൊന്ന് സംസാരിക്കണം. എന്നെ ഒന്ന് പുറത്ത് എന്നൊക്കെ പറഞ്ഞു. അവൻ അവിടെ ചെന്നിട്ട് ചെയ്തില്ല. ബൈബിൾ എഴുതിയിരിക്കുന്ന അവൻ ചെയ്തില്ല, ഓർത്തില്ല, മറന്നു കളഞ്ഞു. അത് തന്നെ മന്ത്രിയുടെ അടുക്കൽ പോയാൽ ഇത് തന്നെ. നിന്റെ വേണ്ടപ്പെട്ടവരുടെ അടുക്കൽ പോയാൽ ഇതിന്. നിന്റെ അപ്പം പോലും ചിലപ്പോൾ നിന്നെ ഓർക്കത്തില്ല, നിന്റെ അമ്മ പോലും നിന്നെ ഓർക്കത്തില്ല, നിന്റെ സഹോദരന്മാർ നിന്നെ ഓർക്കത്തില്ല. പക്ഷേ നിന്നെ മറക്കാത്ത ഒരു ദൈവമുണ്ട്. ജോസഫേ, പാപ്പക്കാരൻ നിന്നെ ഓർത്തില്ല എങ്കിലും ദൈവം നിന്നെ ഓർമ്മിക്കും.